നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് എന്റെ പണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആംഗ്യഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഈ ഒരു ടാസ്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ അനുവിന്റെ കയ്യിലിരുന്ന പാവ തട്ടിപ്പറിക്കാനായിട്ട് അക്ബറും അതുപോലെ തന്നെ അപ്പാനിയും പ്രത്യേകിച്ച് ഷാനവാസും ഒക്കെ തന്നെയും ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ചുമ്മാ അങ്ങ് ട്രൈ ചെയ്ത് കളിച്ചതാണ്. എന്നാൽ ഷാനവാസിന്റെ കയ്യിൽ നഖം തട്ടി ഷാനവാസിന് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനുവിന്റെ കയ്യിൽ നഖം തന്നെയാണ് ഷാനവാസിന്റെ ദേഹത്ത് തട്ടിയത്. ജസ്റ്റ് ഫണ്ണായിട്ട് ഷാനവാസ് ചെയ്ത ഒരു കാര്യത്തിലാണ് അനുമോൾ ആ ഒരു വയലൻസ് അവിടെ കാണിച്ചത്. ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള പലരെയും ഞാൻ പിണക്കിയത്, അവർക്കെതിരെ ഞാൻ സംസാരിച്ചത്, അതിന്റെ നന്ദി നീ എനിക്ക് തന്നു, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് നമ്മുടെ ഷാനവാസ് അനുവിന്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഷാനവാസ് ചുമ്മാ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവ വാങ്ങിച്ചത്. എന്നാൽ അനു അത് വലിയ സീരിയസ് ആക്കിയെടുത്ത് അവിടെ ഒരു വയലൻസ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ നിന്നെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അതുപോലെ തന്നെ പ്രവർത്തിക്കൊണ്ടോ, ഒരു തമാശക്ക് ചെയ്തല്ലേ, നീ ഇത്രയും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും കൂടെ നമ്മുടെ പാവം ഷാനവാസ് അനുവിന്റെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഷാനവാസിന് അത് നല്ലോണം ഫീൽ ആയിട്ടുണ്ട്. അനുവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഷാനവാസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കറിയാം, ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും അനുമോൾക്ക് നേരിടേണ്ടി വന്ന സമയത്ത് അനീഷും ഷാനവാസും തന്നെയായിരുന്നു അനുമോളുടെ കൂടെ നിന്നത്. എന്നാൽ മിണ്ടാൻ പാടില്ല എന്നുള്ള ടാസ്ക് നൽകിയ സ്ഥിതിക്ക് അനുമോള് ഇതിനൊന്നും തന്നെ മറുപടി കൊടുക്കുന്നില്ല. ജിഷിനൊക്കെ തന്നെയും അനുമോളെ വല്ലാണ്ട് ഈ കാര്യം പറഞ്ഞ് ശകാരിക്കുന്നൊക്കെയുണ്ട്. 32 വയസ്സായില്ലേ, ഇനി ഈ പാവയോടുള്ള പ്രണയമൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അനുവിനെ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് തന്നെ കളിയാക്കുന്നുമുണ്ട്. എന്തായാലും അനുവിന്റെ പാവയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.